വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്കറിയാം എയുടെ വരവോട് കൂടി ഒരുപാട് സാധ്യതകൾ വീഡിയോ എഡിറ്റിംഗ് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഫേസ് സ്വാപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതായത് ഒരാളുടെ ഫേസ് മാറ്റി മറ്റൊരാളുടെ ഫേസ് അവിടെ വെക്കുന്ന പരിപാടി. ആ പരിപാടിയൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരുന്നു മുമ്പൊക്കെ. പക്ഷേ ഇപ്പം വളരെ ഈസി ആയിട്ട് ഒരു സിമ്പിൾ ക്ലിക്കിൽ 2 ഫോട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ഫേസ് സ്വാപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോംപ്റ്റിനനുസരിച്ചുള്ള വീഡിയോ ഇപ്പം ക്രിയേറ്റ് ചെയ്യും. ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ സ്പീച്ച് ആയിട്ട് കൺവേർട്ട് ചെയ്ത് അവതാർ ക്രിയേറ്റ് ചെയ്യാം, സബ്ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് സാധ്യതകളാണ് ഈ വന്നതോടുകൂടി വീഡിയോ എഡിറ്റിംഗ് രംഗത്ത് തുറന്നിരിക്കുന്നത്. അപ്പൊ ഈ ഫേസ് സ്വാപ്പ് ചെയ്യുന്ന പോലുള്ള പരിപാടിയൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവസാനം വരെ കാണുക. ഈ വീഡിയോയുടെ ലെങ്ത് ഏകദേശം ഒരു 10 മിനിറ്റേ കാണത്തുള്ളൂ. ഈ 10 മിനിറ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ അധികം കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള എഡിറ്റിംഗ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പം ആദ്യം ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന എഡി മേക്കർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്കോ ലാപ്ടോപ്പിലേക്കോ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഒരു ഇമേജിനെ എങ്ങനെ ഒരു സിനിമാറ്റിക് സ്റ്റൈൽ വീഡിയോ ആക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഇപ്പം സ്ക്രീനിൽ കാണുന്നത് ജസ്റ്റ് ഞാൻ ഒരു 3-4 ഇമേജ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഞാൻ ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ്. ഇതിൽ സൗണ്ട് എഫക്റ്റും മ്യൂസിക്കും കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു നല്ല സിനിമാറ്റിക് എഫക്റ്റ് കിട്ടുന്നുണ്ട്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 2-3 മിനിറ്റിൽ ചെയ്തെടുത്ത ഒരു വർക്കാണിത്. അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇമേജ് ടു വീഡിയോ ക്രിയേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. എഡി മേക്കർ ഓപ്പൺ ആക്കി ന്യൂ പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ രണ്ടാമത്തെ ഓപ്ഷൻ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 2 രീതിയിൽ ഇമേജസിൽ മോഷൻ എഫക്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന് സിംഗിൾ ഇമേജ്, രണ്ടാമത് ഡ്യുവൽ ഇമേജ്. ആദ്യം നമുക്ക് സിംഗിൾ ഇമേജ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനായിട്ട് അപ്ലോഡ് ആൻ ഇമേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇനി ഇമേജിനെ ഏത് രീതിയിലേക്കാണോ മാറ്റേണ്ടത് അതിവിടെ പ്രോംപ്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം വീഡിയോ ഡ്യൂറേഷൻ 5 സെക്കൻഡ് ആണോ 10 സെക്കൻഡ് ആണോ എന്ന് സെലക്ട് ചെയ്ത് ജനറേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വിത്തിൻ മിനിറ്റ്സിനുള്ളിൽ വീഡിയോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കൊടുത്ത പ്രോംപ്റ്റിനനുസരിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് മറ്റൊരു ഇമേജിനെ കൂടെ വീഡിയോ ആക്കി കൺവേർട്ട് ചെയ്യാം. അതിനായിട്ട് ഞാൻ അടുത്തൊരു ഇമേജ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇനി ഒരു പ്രോംപ്റ്റ് കൂടെ കൊടുക്കുകയാണ്. അതിനുശേഷം ജനറേറ്റിൽ ക്ലിക്ക് ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയും ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ എന്താണോ പ്രോംപ്റ്റ് കൊടുത്തത് അത് തന്നെയാണ് ഇവിടെ വീഡിയോ ആയിട്ട് ലഭിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഡ്യുവൽ ഇമേജ് ആണ് യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഡ്യുവൽ ഇമേജിൽ വന്ന് സ്റ്റാർട്ട് ഫ്രെയിമിൽ ഏത് ഇമേജ് ആണോ വേണ്ടത് അത് നിങ്ങൾ ഇവിടെ ആഡ് ചെയ്യുക. അതിനുശേഷം എൻഡ് ഫ്രെയിമിൽ ഏത് ഇമേജ് ആണോ വേണ്ടത് അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയും ചെയ്യേണ്ടത് ഇവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് നൽകുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്രോപ്പർ പ്രോംപ്റ്റ് എഴുതാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ചാറ്റ് ജിപിടിയുടെ ഹെൽപ്പ് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഡ്യുവൽ ഇമേജ് ക്രിയേറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. ഞാനിവിടെ സിംഗിൾ ഇമേജിൽ മൾട്ടിപ്പിൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് അതെങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഫോട്ടോയിൽ നിന്ന് ഞാൻ കുറെ വീഡിയോ ക്ലിപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് 1 by 1 ആയിട്ട് ടൈം ലൈനിലേക്ക് ഇട്ട് നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാം. ഓരോ വീഡിയോ ക്ലിപ്സും അതിന്റെ ക്രമത്തിനനുസരിച്ച് ടൈം ലൈനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മ്യൂസിക് ആഡ് ചെയ്യണം, അതേപോലെ സൗണ്ട് എഫക്റ്റുകളും ആഡ് ചെയ്യണം. എന്നെങ്കിൽ ഇതൊരു സിനിമാറ്റിക് ലുക്കിലേക്ക് വരത്തുള്ളൂ. എഡി മേക്കറിനുള്ളിൽ തന്നെ മ്യൂസിക് നമുക്ക് ലഭിക്കും. നമുക്ക് ആവശ്യമുള്ള മ്യൂസിക് ഇതേപോലെ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. മ്യൂസിക് ഇത് ഓക്കെയാണ്. ഇനി നമുക്ക് സൗണ്ട് എഫക്റ്റ് ആഡ് ചെയ്യണം. ഇവിടെ ആയിട്ടൊരു സൗണ്ട് എഫക്റ്റ് ആഡ് ചെയ്താൽ നല്ലതായിരിക്കും. ഞാനൊരു സൗണ്ട് എഫക്റ്റ് ഇവിടെ ആഡ് ചെയ്യുകയാണ്. ഇനി കുറച്ചുകൂടി ഒരു എഫക്റ്റ് നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് നമുക്ക് ഇതിലെ എഫക്ട്സ് ആഡ് ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എഫക്ട്സ് സെക്ഷനിൽ വന്ന് ഇവിടെ ഒരുപാട് എഫക്റ്റുകളുണ്ട്. നമുക്ക് കുറച്ചുകൂടി സിനിമാറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടി ഇവിടെ ഈ കാണുന്ന ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, ഔട്ട് ഓഫ് ബോഡി എന്ന് പറയുന്നത്, ഇത് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഞാനിത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, ഇപ്പൊ നമ്മൾ എഫക്റ്റ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു അടിപൊളി ലുക്ക് ആ വീഡിയോ ക്ലിപ്പിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ട്രാൻസിഷൻസ് ആഡ് ചെയ്യാം. വളരെ ലൈറ്റ് ആയിട്ടുള്ള സിനിമാറ്റിക് എഫക്റ്റ് കിട്ടുന്ന ട്രാൻസിഷൻസ് നോക്കാം. ട്രാൻസിഷനിൽ വന്നിട്ട് നമുക്കിവിടെ ആദ്യത്തെ ട്രാൻസിഷൻ നോക്കി ഫ്ലാഷ് ബ്ലാക്ക് എന്ന് പറയുന്നത്, ഇത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു നോക്കാവേ. ഇത് നല്ല ഭംഗിയായിരിക്കും. നോക്കി അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഒരു സിനിമാറ്റിക് ലുക്ക് തന്നെ നമുക്ക് ഇതിൽ കിട്ടും. ഞാൻ ഈ ഒരു ട്രാൻസിഷൻ തന്നെ എല്ലായിടത്തും യൂസ് ചെയ്യുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഓക്കെ, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ലോങ് വീഡിയോസിനെ വളരെ ഈസി ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഷോർട്ട് വീഡിയോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതും ഒരു വീഡിയോ അല്ല, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഷോർട്ട് വീഡിയോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീണ്ടും എഡി മേക്കർ ഓപ്പൺ ആയിക്കോ. ഹോം സ്ക്രീനിലുള്ള ടൂൾ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ഷോർട്സ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഇന്റർഫേസ് വരും. ഇമ്പോർട്ട് ഫയലിൽ ക്ലിക്ക് ചെയ്ത് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യുക. അടുത്തായിട്ട് വീഡിയോയുടെ ഡ്യൂറേഷൻ എത്ര വേണമെന്നുള്ളത് സെലക്ട് ചെയ്യുക. സബ് ടൈറ്റിലിന്റെ സ്റ്റൈൽ സെലക്ട് ചെയ്യുക. Then click generate shorts.
കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഇവിടെ നമ്മുടെ ഷോർട്ട് വീഡിയോസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു വീഡിയോ അല്ല, ഒരുപാട് സാമ്പിൾ വീഡിയോസ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും ഇതിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ കൊടുത്ത ലോങ് വീഡിയോയിൽ നിന്നും ഷോർട്ട് വീഡിയോ കണ്ടന്റ് ആക്കാൻ പറ്റുന്ന ആ പോർഷനുകൾ മാത്രമാണ് ഇവിടെ കട്ട് ചെയ്ത് ഷോർട്ട് വീഡിയോ ആക്കി കാണിച്ചിരിക്കുന്നത്. ഐക്യൂവിൽ ഇത് തന്നെയാണ്, മൾട്ടിപ്പിൾ റീപ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട്. അത് വെർട്ടിക്കൽ ലൈൻ ആണെങ്കിലും റൈറ്റ് സൈഡിലായിട്ട് വൈറാലിറ്റി സ്കോർ നൽകിയിട്ടുണ്ട്. അതായത് ഈ ഷോർട്ട് വീഡിയോസിൽ ഓരോന്നും വൈറലാകാനുള്ള സാധ്യത എത്ര പെർസെന്റേജ് ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ ഒന്ന് മനസ്സിലാക്കാം. അതിനോടൊപ്പം തന്നെ അതാത് വീഡിയോകൾക്ക് വേണ്ടിയുള്ള ടാഗും ഡിസ്ക്രിപ്ഷനും ഇവിടെ ഉണ്ട്. ഇത് കോപ്പി ചെയ്തുകൊണ്ട് നമ്മളുടെ ഷോർട്ട് വീഡിയോസിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വീഡിയോസിൽ നിന്ന് വർക്ക് ആവുമെന്ന് നമുക്ക് ഉറപ്പുള്ള വീഡിയോകൾ എക്സ്പോർട്ട് ചെയ്ത് യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പരിപാടി ഫേസ് സ്വാപ്പ് ഒന്ന് ചെയ്ത് നോക്കിയാലോ. അതായത് മുഖം മാറ്റുന്ന പരിപാടി. അഗൈൻ എഡി മേക്കർ ഓപ്പൺ ആക്കി വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫേസ് സ്വാപ്പ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 3 രീതിയിൽ ഫേസ് സ്വാപ്പ് ചെയ്യാൻ സാധിക്കും. ഒന്നുകിൽ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഫേസ് സ്വാപ്പിന്റെ ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരു വീഡിയോയിലോ ഫോട്ടോയിലോ മൾട്ടിപ്പിൾ ഫേസസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഫേസ് സ്വാപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ ജസ്റ്റ് ഒരു വീഡിയോ ഒന്ന് ഫേസ് സ്വാപ്പ് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ ഈ ഫേസ് സ്വാപ്പ് വീഡിയോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. പുതിയൊരു വിൻഡോ ഓപ്പൺ ആയി. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോണം. കാരണം ഫോട്ടോസോ വീഡിയോയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ളതായിരിക്കണം. ഈ താഴെ കാണിച്ചിരിക്കുന്ന രീതിയിലുള്ള ബ്ലറി ആയിട്ടുള്ള അല്ലെങ്കിൽ സൈഡ് പൊസിഷനിലൊക്കെ നിൽക്കുന്ന ഫോട്ടോസ് ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഫേസ് സ്വാപ്പ് ചെയ്യത്തില്ല. ഈ രീതിയിലുള്ള ഫോട്ടോസ് ആയിരിക്കണം. ഓക്കെ, ഞാൻ എന്തായാലും ഇമ്പോർട്ട് ഫയൽ ക്ലിക്ക് ചെയ്ത് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി ഇവിടെ ഫേഷ്യൽ റെക്കഗ്നൈഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ആ പ്രോസസ്സിംഗ് കഴിഞ്ഞപ്പോൾ പുതിയൊരു വിൻഡോ ഓപ്പൺ ആയി. ഇവിടെ ഡിറ്റക്റ്റഡ് ഫേസ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഫേസേ ഉള്ളൂ, അത് ഇവിടെ ഡിറ്റക്ട് ആയിട്ടുണ്ട്. ഇനി സെലക്ട് ഫേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ 2-3 ഓപ്ഷൻസ് ഇവർ കൊടുത്തിട്ടുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഫേസ് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം ഫേസ് സ്വാപ്പ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. കുറച്ച് മിനിറ്റുകൾ കൊണ്ട് തന്നെ ഫേസ് സ്വാപ്പ് ആയിട്ടുണ്ട്. നോക്കിയാൽ നമ്മൾ ടോവിനോയുടെ ഫേസ് ആണ് ആഡ് ചെയ്ത് കൊടുത്തിരുന്നത്. എന്റെ ഫേസ് മാറി ഇപ്പം ടോവിനോയുടെ ഫേസ് ആണ് വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ രീതിയിൽ ഫേസ് സ്വാപ്പിംഗ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഒരു വീഡിയോ ഉണ്ടാക്കണം. ആ വീഡിയോയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു പ്രോംപ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രോംപ്റ്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എഡി മേക്കറിലെ വീഡിയോ സെക്ഷനിൽ ടെസ്റ്റ് ടു വീഡിയോ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് വേണ്ട എസ്പെക്ട് റേഷ്യോയിൽ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഡ്യൂറേഷനും ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഐഡിയാസ് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്പിറേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പല ടൈപ്പ് പ്രോംപ്റ്റുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് നോക്കിക്കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് അതിന്റെ പ്രോംപ്റ്റ് എന്താണോ അത് നമുക്ക് ഇവിടെ നിന്ന് കാണാനും, പിന്നെ ഈ പ്രോംപ്റ്റിൽ നമുക്ക് എഡിറ്റിംഗ് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. ഞാനിവിടെ ഈ ഒരു പ്രോംപ്റ്റിൽ ക്ലിക്ക് ചെയ്യാണ്. ഈ പ്രോംപ്റ്റിൽ ഇവിടെ ക്യാറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. നമുക്കപ്പം ഇവിടെ വന്ന് ക്യാറ്റിനെ മാറ്റിയിട്ട് ഡോഗ് ആക്കാം. അപ്പൊ ഈ പ്രോംപ്റ്റിൽ ചെറിയൊരു മാറ്റം ഞാൻ വരുത്തി. ബാക്കി കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ വെച്ചേക്കാണ്. കൂടുതൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എസ്പെക്ട് റേഷ്യോ, ഷോർട്ട് വീഡിയോസിന്റെ ഒരു എക്സ്പെക്ട് റേഷ്യോയും അതേപോലെ ഒരു 5 സെക്കൻഡ് വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ജനറേറ്റിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, നമ്മുടെ വീഡിയോ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതാണ് ഫൈനൽ റിസൾട്ട്. ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വീഡിയോ ഇടുന്ന ചിലർക്ക് അവരുടെ ഫേസ് കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാൻ വലിയ മടിയായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി അവതാറുണ്ട്. നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള വീഡിയോകൾ അവതാറിനെ വെച്ച് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളുടെ സൗണ്ട് പോലും ആരും കേൾക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ടു സ്പീച്ച് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് നമ്മൾ ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്നു, ആ പ്രോംപ്റ്റിനെ സ്പീച്ച് ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരുന്നു. അപ്പം ആ സ്പീച്ചും അവതാറും വെച്ചുകൊണ്ട് അടിപൊളി വീഡിയോകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഷോർട്ട് വീഡിയോസിലോ ലോങ് വീഡിയോസിലോ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാനും സാധിക്കും. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൂടെ നമുക്കൊന്ന് നോക്കാം. ഇനി അവതാർ എന്നുള്ള ഈ ഒരു സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കുറെ അധികം അവതാർ കാണാൻ സാധിക്കും. അത് പല സ്റ്റൈലിലുള്ളത്, അതേപോലെ തന്നെ പ്രൊഫഷണല്, കാർട്ടൂണ്, ഫാഷന്, അങ്ങനെ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വീഡിയോയ്ക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഇവിടെ ടെസ്റ്റ് ടു സ്പീച്ച് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. ജസ്റ്റ് നമ്മൾ ഇവിടെ ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്നു. ഈ പ്രോംപ്റ്റിന്റെ ഒരു ഓഡിയോ ഇവിടെ ക്രിയേറ്റ് ആവും. ആ ഒരു ഓഡിയോ നമ്മളുടെ വീഡിയോയിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രോംപ്റ്റ് കൊടുത്തു. ഇനി നമുക്ക് സ്പീച്ച് വോയിസ് സെറ്റ് ചെയ്യണം. അതിനായിട്ട് ഈ ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടം പോലെ സൗണ്ട്സ് ഉണ്ട്. അത് നമുക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഈ ഒരു വോയിസ് സെലക്ട് ചെയ്തു. ഇനി നമുക്കൊരു
അവതാർ കൂടെ എടുക്കണമല്ലോ. അപ്പൊ ഞാൻ ഈ പ്രൊഫഷണലിൽ വന്നിട്ട് ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു അവതാർ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു അവതാർ സെലക്ട് ചെയ്തു. അപ്പം എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ സെറ്റ് ചെയ്തു. ഇനി മറ്റൊരു ഓപ്ഷൻ കൂടി ഇവിടെ ഉള്ളത് ലോക്കൽ ഓഡിയോ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. നമ്മുടെ ഓൾറെഡി ഓഡിയോ നമ്മൾ റെക്കോർഡഡ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അത് ഇവിടെ എടുക്കാം. അതല്ലെങ്കിൽ റെക്കോർഡ് വോയിസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വോയിസ് റെക്കോർഡ് ചെയ്ത് അവതാറിൽ അത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെങ്കിൽ നമ്മൾ ഈ ഒരു ഫീച്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്, അതായത് ടെക്സ്റ്റ് ടു സ്പീച്ച്. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. ജസ്റ്റ് ഇനി നമുക്ക് ജനറേറ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ടൊരു വീഡിയോ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. Relationships and mental health. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. ഇപ്പം നമ്മൾ മലയാളത്തിൽ ഒരു വീഡിയോ ഉണ്ടാക്കിയ മലയാളികൾ മാത്രമായിരിക്കത്തില്ലോ കാണുന്നത്, മറ്റ് ഭാഷകളിലുള്ള ആളുകളും കാണും. അവർക്കത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോയിൽ സബ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരിക്കണം. സബ് ടൈറ്റിൽ എങ്ങനെ കൊടുക്കാൻ പറ്റും? അതും നമുക്ക് AI വെച്ച് കൊടുക്കാൻ പറ്റും. സബ് ടൈറ്റിൽ കൊടുക്കുക മാത്രമല്ല, സബ് ടൈറ്റിൽ വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും സാധിക്കും. എന്തൊക്കെ പരിപാടികളാണ് AI വെച്ചുകൊണ്ട് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് അല്ലേ? ഇനി സബ് ടൈറ്റിൽ ആഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സബ് ടൈറ്റിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ സബ് ടൈറ്റിൽ എന്നുള്ള സെക്ഷനിൽ വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഒറിജിനൽ ലാംഗ്വേജ് ഏതാണെന്നുള്ളത് കൊടുക്കാം. മലയാളം ഇവിടെ ഇല്ല, പക്ഷേ ഹിന്ദിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒറിജിനൽ ലാംഗ്വേജ് ഇവിടെ ഹിന്ദി ആണെന്നുണ്ടെങ്കിൽ ഹിന്ദിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സബ് ടൈറ്റിൽ അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാനിവിടെ ഒരു ഇംഗ്ലീഷ് വീഡിയോ ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ ഈ ഇംഗ്ലീഷ് വീഡിയോ നമുക്ക് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ തന്നെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അതിന്റെ താഴെയായിട്ട് ട്രാൻസ്ലേറ്റഡ് ലാംഗ്വേജ് ഏതിലേക്കാണോ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അത് നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു. അത് നമ്മൾ ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്ത് നോക്കാം. അതിനുശേഷം താഴേക്ക് വരുന്ന ഇതിന്റെ സ്റ്റൈൽ ടെക്സ്റ്റിന്റെ എങ്ങനെയുള്ളത് വേണമെന്നുള്ളത് ഇവിടെ നിന്ന് ആഡ് ചെയ്യണം. ഈ കാണുന്നത് യൂസ് ചെയ്യാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പൊ അത് സെലക്ട് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് ഓട്ടോ സബ് ടൈറ്റിൽ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. Social media has become a powerful force shaping human behavior, relationships and mental health. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഫോളോ ചെയ്ത് എഡി മേക്കർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ നമ്മൾ ഇത് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് പിന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട്, ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അതൊക്കെ യൂസ് ചെയ്യുക. കാരണം അത് മുമ്പോട്ടുള്ള സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഉപകാരപ്പെടും. എന്തായാലും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇതിൽ നല്ലൊരു റൂമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.